ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെഡും പഴവും വെച്ചിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയൊരു പഴമാണ് കേട്ടോ, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 വരെ എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ മൈദയുടെ അളവ് ഇത്തിരി കൂട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ഓയിൽ കുടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചുപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് വെള്ളം കുറച്ചായിട്ടൊന്ന് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ദാ ഈ ഒരു ബാറ്റർ നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 4 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതേ രീതിയിൽ ചെറുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ആ ഒരു സമയം തന്നെ നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഈ ഒരു കട്ടിയിൽ ചെയ്തെടുക്കുകയാണെങ്കിലാണ് കേട്ടോ ഈ ഒരു ബ്രെഡിൽ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ദാ ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പഴമായതുകൊണ്ട് തന്നെ ഗോൾഡൻ കളർ ആകുന്ന ടൈം തന്നെ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. ഒരു 3 മിനിറ്റ് അത്ര ഒരു ടൈമേ വേണ്ടു കേട്ടോ. അപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. നമുക്കിനി അടുത്ത ബാച്ചും കൂടെ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 പീസ് ബ്രെഡ് ബാക്കിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാറ്റർ തീരാനാകുന്ന ടൈമിൽ ഇത്തിരി മൈദമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ സ്നാക്ക് മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടോട് കൂടെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. തണിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് പോരാ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സംഭവം നല്ല കിടിലനായിട്ടൊക്കെ തോന്നും. പക്ഷേങ്കിൽ ഉള്ളു മുറിച്ച് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ബ്രെഡേ കാണാനുണ്ടാവില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്, ബ്രെഡിൻ്റെ ഉള്ളിൽ വല്ലതും വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വല്ലതും കടിക്കാനെങ്കിലും കിട്ടുന്നു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സ്നാക്കായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്